ഒരു സദ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് അവിയലാണ്. അവിയൽ നല്ലതാണെങ്കിൽ സദ്യ നല്ലതാണ് നമ്മൾ പൊതുവേ പറയാറുണ്ട്. ഞാൻ ഇന്ന് വരെ കൂട്ടിയിരിക്കുന്നതിലേയും ഏറ്റവും ടേസ്റ്റുള്ള അവിയൽ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ മിനിയുടെ അവിയലാണ്. മിനി എപ്പോൾ വെച്ചാലും നല്ല ട്രഡീഷണൽ അവിയലായിട്ടാണ് വെക്കുന്നത്. നല്ല ടേസ്റ്റാണ്. ഞാൻ എത്ര ശ്രമിച്ചാലും അത് നടക്കാറില്ല. അപ്പോൾ ഇന്ന് മിനിയുടെ അഭിപ്രായം അനുസരിച്ചാണ് ഇന്നത്തെ അവിയൽ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അവിയൽ ഉണ്ടാക്കുന്നത് നോക്കാം. ഇത് നമ്മൾ അവിയലിന് എടുത്തിരിക്കുന്ന കഷ്ണങ്ങളാണ്. ഒരു 150 ഗ്രാമിൽ കുറയാതെയുള്ള വെള്ളരിക്ക നീളത്തിലരിഞ്ഞത്. അവിയലിനരി എന്ന് അറിയത്തില്ലേ, അതുപോലെ അരിയണം. അതുപോലെ തന്നെ പടവലങ്ങ, അതൊരു 100 ഗ്രാമിൽ താഴെ മതി. ഇനി വഴുതനങ്ങ, അതും ഒരു 100 ഗ്രാം മതി. ഇനി പച്ചമുളക് ഒരു 10 എണ്ണത്തോളം എടുത്തു, ഞാനത് കീറിയിട്ടില്ല. മുരിങ്ങക്കായ ഒരു 100-150 ഗ്രാമോളം വേണം. ഇനി പച്ചപ്പയർ, ഇത് കാരറ്റ്, ഒരു വലിയ കാരറ്റ്. ഇനി ചേനയൊരു 100 ഗ്രാമോളം ചേനയും അതുപോലെ തന്നെ അരിഞ്ഞ്. ഒരു 3 അല്ലെ 4 കോവയ്ക്ക, അത് നീളത്തിലരിഞ്ഞത്. ഇനി ഇത് കായാണ്, പച്ചക്കായ, അത് ഒരു ചെറിയ കായ. ഇനി അതിനാവശ്യത്തിനുള്ള മാങ്ങ അരിഞ്ഞ് വെച്ചു. ഇനി ഒരു 10ഓളം ചെറിയ ഉള്ളി, 10 എണ്ണത്തോളം എടുക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ചെറിയ ഉള്ളി ചേർക്കുമ്പം. അപ്പം അതിനാണ് ചെറിയ ഉള്ളി. ഇത്രയാണ് കഷ്ണങ്ങളായിട്ട് ഇതെല്ലാം എടുത്തിരിക്കുന്നത്. നീളത്തിൽ അവിയലിന് അരിയുന്നൊരു പ്രത്യേക രീതി ഉണ്ടല്ലോ, അതേ രീതിയിൽ തന്നെ അരിയണം. എന്നാൽ അതിൻ്റെ ഭംഗിയും ടേസ്റ്റും ഒക്കെ ഒരു പ്രത്യേകതയുണ്ട്. വെന്തങ്ങ് കുഴഞ്ഞു പോകരുത്. ഇനി കഷ്ണങ്ങളെല്ലാം നന്നായിട്ടൊന്ന് കഴുകി നമുക്കൊരു ഉണ്ടാക്കാനുള്ള വലിയൊരു പാത്രത്തിലേക്ക് ആക്കാം. അങ്ങനെ നമ്മൾ കഷ്ണങ്ങളെല്ലാം കഴുകി എടുത്ത കഷ്ണങ്ങളാണ്. ഇളക്കാൻ എളുപ്പത്തിന് ഞാൻ അല്പം വലിയൊരു ഉരുള എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും, ഒറിജിനലാണ്. പിന്നെ ഈ സ്പൂണിനൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്. ഇനി മുളക് പൊടി നമുക്ക് രണ്ടാമത് ചേർക്കാം. വേണമെങ്കിൽ ചേർക്കാം. അരപ്പിനകത്ത് ചേർക്കണോ മഞ്ഞൾപ്പൊടി? വേണം ഇടുന്നതല്ല അല്ലേ. ഇനി മുളക് പൊടി, ഇത് എരിവുള്ള മുളക് പൊടിയാണ്, അതൊരു സ്പൂൺ അല്ലേ. 1 സ്പൂൺ ഇട്ടു. ഇനി ഉപ്പും കൂടെ ഇടണ്ടേ ഈ കൂട്ടത്തിൽ. അപ്പം നമ്മൾ ഉപ്പ് പൊടിയും കൂടെ 1 സ്പൂൺ ഇടുകയാണ്. ആവശ്യമെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് പൊടി ഇട്ടു. ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ സാമാന്യം കുറച്ചൊരു 2 സ്പൂണോളം ഒഴിക്കാം. ഞാൻ തവി വെച്ച് ഇളകണേ. എരിവായതുകൊണ്ട് തവി വെച്ച് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കാം. ഇതിൻ്റെ കൂടെ കറിവേപ്പില ഇടണോ? കറിവേപ്പില പറിച്ചുകൊണ്ട് വരട്ടെ. കറിവേപ്പില കഴിയുന്നത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില തന്നെ എടുക്കുക. കറിവേപ്പിലൊക്കെ ഇഷ്ടം പോലെ ഇടാം അല്ലേ, എത്ര ഇട്ടാലും നല്ലതല്ലേ. എണ്ണയാണ് കറിവേപ്പിലയും കൂടെ കൂട്ടി ഇളക്കണം. എന്നിട്ട് ഇത് 10 മിനിറ്റ് പച്ചക്കറി ഒന്ന് വാടാൻ വയ്ക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് ചുമ്മും. 10 മിനിറ്റ് നേരം വെച്ചതിന് ശേഷം അല്ലേ, കഷ്ണത്തെ എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അടുപ്പേ വെച്ചാൽ മതി. ചേച്ചി ഇത് 10 മിനിറ്റ് കഴിയുമ്പോൾ അടുപ്പത്ത് വയ്ക്കുക. അപ്പം നമ്മൾ 10 മിനിറ്റ് ഇതെല്ലാം കൂടെ ചേർത്ത് ഇളക്കി വെച്ചതാണ്. 10 മിനിറ്റ് ഇളക്കി വെച്ചതാണ്. ഇനിയിപ്പോൾ നമുക്കിത് അടുപ്പയിലേക്ക് വയ്ക്കാം. നമ്മൾ കൂടിയ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇത് തിളയ്ക്കുന്നിടം വരെ കൂടിയ ഫ്ലെയിമിൽ തന്നെ വെക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് കുറഞ്ഞ ഫ്ലെയിമിൽ വയ്ക്കാം. ഇങ്ങനെ ഇരിക്കട്ടെ. അല്ല തീ കുറച്ചിട്ടു. തീ കുറയ്ക്കട്ടെ. അടയ്ക്കട്ടെ. മാങ്ങ ഇടാറായോ? പകുതി ഇതായില്ലേ? പകുതി എന്താ മാങ്ങ ഇടാം. പകുതി എന്താ മാങ്ങയല്ലേ വേവില്ലേ. തീ കുറച്ചിട്ട് അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു. ഇത്രയും മാങ്ങ വേണോ? ആവശ്യത്തിന് പുളി നോക്കിയിട്ടില്ല. ഇട്ടോ മാങ്ങി വലിയ പുളി കാണാൻ സാധ്യത കുറവാണ്. ഇതിട്ട് പുളി കൂടിക്കൂലേ. ഇനി എങ്ങനെയാണെന്ന് വെച്ചാൽ വയ്ക്കുന്നവരെ വെച്ചു. അല്ലാതെ വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാതെ. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒന്ന് അവിയലിനൊക്കെ പുളി ഒത്തിരി കൂടി കഴിഞ്ഞാൽ പുളി. അത് അവിയൽ എൻ്റെ അല്ല, മിനിയുടെ അവിയലാണ്. ആരുടെ അവിയലായാലും അതല്ല, എൻ്റെ അഭിപ്രായത്തിനല്ല, മിനിയുടെ അഭിപ്രായത്തിനാണ് ഇത് വയ്ക്കുന്നത്. അടയ്ക്കണ്ടേ? തീ കുറച്ച് ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കണം അല്ലേ. അടിക്ക് പിടിച്ചു പോയ വെള്ളമില്ലാണ്ട് കഷ്ണം. അതുകൊണ്ട് നമ്മൾ എണ്ണയൊക്കെ ചേർത്ത് വെക്കുന്നതുകൊണ്ട് അടിക്ക് പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ ഉടച്ചു നോക്കും കഷ്ണം വെന്തോ ഇല്ലയോ എന്നറിയാനായിട്ട്. ഇനി നമുക്ക് അരപ്പിട്ട് അങ്ങോട്ട് അടച്ചു കഴിഞ്ഞാൽ പാകത്തിനൊന്നുകൂടെ വേവുമായിരിക്കും. സാധാരണ സദ്യക്ക് ഉണ്ടാക്കുന്ന അവിയലല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ചെയ്താൽ മതി. കല്ലിൽ തന്നെ അരച്ച അരപ്പ്, ഉള്ളി കറിവേപ്പിലയൊക്കെ നന്നായിട്ട് ചേർത്തിട്ട് ജീരകവും ചേർത്ത് അരച്ചത്. കാര്യം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കല്ലിൽ അരയ്ക്കാം. അത് ഏതായാലും കല്ലിൽ
അരയ്ക്കുന്നതിന് എന്തായാലും ടേസ്റ്റ് കൂടുതൽ അല്ലേ? ഇത്തിരി അരവ് കുറഞ്ഞാലും ശരി, ടേസ്റ്റ് കൂടുതൽ എപ്പോഴും കല്ലിൽ അരയ്ക്കുന്നതിന്. അരപ്പ് വേവട്ടെ. അരപ്പ് അതിനകത്ത് കിടന്നു. അപ്പോൾ വെള്ളമൊക്കെ പറ്റി എല്ലാം അതിലേക്ക് പിടിച്ചു അല്ലേ? അരപ്പും കൂടെ വേവിട്ട്. ഉപ്പ് ഇച്ചിരി കുറവാണോ ഇനി? ഉപ്പ് ലാസ്റ്റ് വേണം ചേർക്കാം അല്ലേ? കൂടിപ്പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇനിയിപ്പോൾ ഇത് വേവിച്ച് വാങ്ങിക്കഴിയുമ്പോൾ നമുക്ക് പിന്നെ പയ്യൊന്നും ഉടയും, ഇളക്കേ. ഇതൊട്ടും വെള്ളമൊന്നുമില്ല, നല്ല വെറുവെറുന്ന് തന്നെ അല്ലേ? ഇങ്ങനെ ഇരിക്കണം ശരിക്കും പറഞ്ഞാൽ. ശരിക്കും അവിയൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സദ്യയുടെ അവിയൽ എന്ന് പറയുന്നത് വെള്ളമയം കഷ്ണമൊക്കെ എന്താണോ, വെള്ളം വേറിട്ട് വരരുത്. ഇച്ചിരൂടെ ഒന്ന് ചൂടായിക്കോട്ടെ. അപ്പോൾ തേങ്ങ നന്നായിട്ടൊന്ന് വെന്തോളൂല്ലോ. ഉപ്പ് നോക്കി, ഉപ്പ് വെച്ച് നോക്കി, ചേച്ചിക്ക് അറിയാമല്ലോ. ഇച്ചിരി ഉപ്പ് കൂടെ ഇരുന്നോട്ടെ, എന്നാൽ പൊടി കിട്ടും. അത് മതി. അതിന് ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ വെള്ളത്തില്ല. ഇല്ലെങ്കിലും ഒരു സുഖമില്ല അല്ലേ? ഇല്ലെങ്കിലും ഒരു സുഖമില്ല. കുറഞ്ഞാലും കുഴപ്പം, പക്ഷെ കൂടിപ്പോയാലും അവിയലിനായിരിക്കണം. പെട്ടെന്ന് അങ്ങോട്ട് എടുത്തറിയാം. അത് നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുകയല്ലേ, ആ സമയത്താണ് ആ കരിയാപ്പില എടുക്കുക. ഇനി ഒരു വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം അല്ലേ? അത് നമ്മൾ വേവിക്കാൻ നേരത്തെ വെച്ചതല്ലേ, എല്ലാം കൂടെ തിരുമ്മി വെച്ചതല്ലേ. ഇതിന് വാങ്ങി കഴിയുമ്പോഴാണ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇടുക. അപ്പോൾ അവിയൽ റെഡി. എന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യട്ടെ. ഒരു മിനിറ്റ് ഇരുന്നിട്ട് ഓഫ് ചെയ്യും. അടച്ചു വയ്ക്കണോ? വേണ്ട, ഇങ്ങനെ കിടന്ന് അല്ലേ? അതൊന്ന് തേങ്ങയൊക്കെ വേണേൽ ഒന്നുകൂടി ഒന്ന് വെന്തോട്ടേന്ന് കരുതിയാ. ഇനി നോക്കിക്കോ ഉപ്പ്. ഇനിയിപ്പോൾ എന്തായാലും ഉണ്ട് ആവശ്യത്തിന്. കഷ്ണമൊക്കെ വെന്തില്ലേ നോക്കി. അതെന്ത് മതി, ഒത്തിരി ഇങ്ങനെ എന്ത് അളഞ്ഞു പോയാലും കൊള്ളില്ല. സദ്യയുടെ അവിയൽ മതി, ധാരാളം. ഇതിലൊക്കെ പിടിച്ചിട്ടില്ല ഉപ്പ്. മസാല തീ കൂട്ടിയിട്ട് എന്നിട്ട് അത് ഓഫ് ചെയ്യാം. തീ കൂട്ടി ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും നമ്മൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തു. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അങ്ങ് ഒഴിച്ചു. ഇളക്കി എടുത്താൽ നല്ല അടിപൊളി അവിയലായി. മിനി തൊട്ടടുത്ത വീട്ടിലെ ആണ് മിനി വെക്കുന്ന അവിയലെന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പം അവിയലാണ് പ്രത്യേകിച്ചും എപ്പോൾ ഉണ്ടാക്കിയാലും വളരെ നല്ലതായിരിക്കും. അപ്പം അതുകൊണ്ട് മിനി ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മിനിയെ കൂടെ കൂട്ടിയത്. പക്ഷേ ഇത്രയും നല്ലതായിട്ട് ഒരു അവിയൽ വയ്ക്കും ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത്രയും നല്ലൊരു അവിയൽ ഞാൻ കൂട്ടിയിട്ടില്ല. കാരണം മിനി വെക്കുന്ന പോലെ നല്ലൊരു അവിയൽ, അതുകൊണ്ടാണ് മിനിയെ കൊണ്ട് തന്നെ ഉണ്ടാക്കിപ്പിച്ചത്. നമ്മുടെ അവിയൽ റെഡിയായി. ഈ പാത്രത്തിൽ നമുക്കൊന്ന് മാറ്റി വയ്ക്കണം. ഇത് അലുമിനിയം അല്ലേ, അപ്പോൾ ഉണ്ടാക്കി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് മാറ്റി വയ്ക്കണം. അവിയൽ ഉണ്ടാക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, പ്രത്യേകിച്ച് ട്രഡീഷണൽ അവിയലെന്ന് പറയുമ്പം വെള്ളം ഉണ്ടാവരുത്. ഇതുപോലെ വെറുന്ന് കിടക്കണം. ഇതുപോലെ നല്ല ടേസ്റ്റും ആയിരിക്കും. ആവശ്യത്തിന് വെളിച്ചെണ്ണയൊക്കെ ചേർക്കാം. പച്ച വെളിച്ചെണ്ണയല്ലേ ചേർക്കുന്നത്, ഒരു ദോഷവുമില്ല. പച്ച വെളിച്ചെണ്ണ കഴിച്ചു എന്ന് ഓർത്തൊന്നും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. പണ്ടുള്ള ആൾക്കാർ പച്ച വെളിച്ചെണ്ണയല്ലേ ഒരുപാട് ഉപയോഗിച്ചിരുന്നു. ഇപ്പോഴാണ് നമ്മളെല്ലാം വറക്കലും പൊരിക്കലുമായി മാറിയത്. ഇപ്പോഴാണ് എണ്ണയ്ക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. അല്ലാതെ ഈ എണ്ണയ്ക്ക് യാതൊരു കുഴപ്പമില്ല. നമ്മുടെ ആവശ്യത്തിന് അവിയലിൻ്റെ അകത്തൊക്കെ എണ്ണ ചേർക്കാം. ശുദ്ധമായ ആട്ടിച്ചുകൊണ്ട് വന്ന എണ്ണ. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് തന്നെ മില്ലുണ്ട്, കാത്താകുന്നേൽ എന്ന് പറയുന്ന മില്ലാണ്. അപ്പം അവിടെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ ആട്ടി നമുക്ക് തരും. അപ്പോൾ നമുക്കൊന്നും പേടിക്കാനില്ല, നല്ല പച്ച വെളിച്ചെണ്ണ കിട്ടും. നമുക്ക് നമ്മുടെ കൺമുന്നിൽ തന്നെ ഇങ്ങനെ ആട്ടി കിട്ടുന്നുണ്ട്. കാത്താകുന്നേൽ മിൽസ് എന്ന് പറയും. അപ്പോൾ അവിടുന്ന് നമ്മൾ വാങ്ങിക്കുന്ന വെളിച്ചെണ്ണയാണ്, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. അപ്പോൾ അത് വെച്ചാണ് നമ്മൾ എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. സദ്യക്ക് കല്യാണങ്ങൾക്കൊക്കെ ഉണ്ടാക്കുമ്പം നമ്മളിതുപോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം നല്ലൊരു അവിയലിന് ഇതുപോലെ ചേരുവകൾ ചേർത്താൽ മതി. നല്ല അടിപൊളി അവിയലാണ്.